വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാഗിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് മാഗി, ചെറിയ ക്യൂബായിട്ട് വരുന്നുണ്ടല്ലോ, അതാണ് കേട്ടോ. ഒരു 10-12 രൂപേൻ്റെ പാക്ക്, അതെടുത്താൽ മതി. ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാഗി ഇതിനകത്തോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇതിനെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചെടുക്കുക, ഒരുപാട് കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവം മതി. ഇനി ഇതിനെ വെള്ളം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്ത് നമ്മൾ പിന്നെ വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ 2 പാക്കറ്റ് മാഗി ആയതുകൊണ്ട് 2 പാക്കറ്റ് മസാലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് വെളുത്ത എള്ള് ചേർക്കുന്നുണ്ട്. കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് നല്ല ചൂടുള്ള സൺഫ്ലവർ ഓയിൽ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ വേണമെന്നില്ല കേട്ടോ, 1-1.5 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം മിക്സ് ആയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു മാഗി ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്ലേറ്റിൽ മസാല ആക്കുന്ന സമയത്ത് വലിയ പ്ലേറ്റ് എടുത്തോളൂ. അപ്പോൾ ഞാൻ മാഗി മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല പോലെ മസാല എല്ലാം ഇതിലേക്കൊന്ന് പിടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല വെളുത്തുള്ളീൻ്റെ ഫ്ലേവറൊക്കെ വരുന്ന മാഗിയാണ്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിനോട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.